സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്ക് പ്രചോദനമായി ലോകം മുഴുവൻ അത്ഭുതത്തോടെ നോക്കി നിന്ന മനുഷ്യൻ ബൈജു രവീന്ദ്രൻ. ലോകത്തിന്റെ കണ്ണുകൾ മുഴുവൻ ബൈജൂസിനെ നോക്കി നിൽക്കെ വളർന്ന് പന്തലിച്ച സംരംഭം ബൈജൂസ് ലേണിംഗ് ആപ്പ്. മെറ്റ മേധാവി മാർക്ക് സക്കർബർഗ് നിക്ഷേപം നടത്തിയ ഏഷ്യയിലെ ആദ്യ സ്റ്റാർട്ടപ്പ്. ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ യുവാക്കളുടെ സ്റ്റാർട്ടപ്പ് സ്വപ്നങ്ങൾക്ക് ഊർജം പകരുന്നതായിരുന്നു ബൈജു രവീന്ദ്രന്റെയും ബൈജൂസിന്റെയും അതിവേഗ വളർച്ച. അതുകൊണ്ട് തന്നെ ആരെയും അമ്പരിപ്പിക്കുന്നതാണ് ബൈജൂസിന്റെ ഈ വീഴ്ച. എത്തിപ്പിടിച്ച നേട്ടങ്ങളെല്ലാം നിമിഷ നേരം കൊണ്ട് ബൈജൂസിനെ വിട്ടൊഴിഞ്ഞു. ലോക ജനത മോഡലായി കണ്ട് വാഴ്ത്തിയ വ്യക്തിയെന്ന് EDയുടെ ലുക്കൌട്ട് നോട്ടീസിന് മുന്നിൽ നിൽക്കുമ്പോൾ എവിടെയാണ് ബൈജൂസിന് അടിതെറ്റിയിട്ടുണ്ടാവുക എന്നതാണ് എല്ലാവരിലും ഉയരുന്ന ചോദ്യം. ലയണൽ മെസ്സിയും ഷാരൂഖ് ഖാനും മോഹൻലാലും ബ്രാൻഡ് അംബാസിഡർമാരായ ഇന്ത്യൻ സ്റ്റാർട്ടപ്പ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുതൽ ഫിഫ വേൾഡ് കപ്പ് വരെ സ്പോൺസർ ചെയ്തൊരു മലയാളി. ഹാർവാർഡ് സ്കൂൾ ഓഫ് ബിസിനസ് എഡ്യൂക്കേഷൻ പഠന വിഷയമാക്കിയ ബിസിനസ് ഐഡിയ. ഇതൊക്കെയായിരുന്നു കുറച്ച് നാൾ മുമ്പ് വരെ ബൈജൂസ് ആപ്പ്. $22 ബില്യൺ മൂല്യമുള്ള എഡ്ടെക് ഭീമന് നിത്യച്ചെലവുകൾക്ക് പോലും പണമില്ലാത്ത വിധം $3 ബില്യൺ കൂപ്പുകുത്തിയിരിക്കുന്നു. അതായത് 85% നഷ്ടം. കണ്ണൂർ അഴീക്കോട്ടെ സർക്കാർ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ച ബൈജു ബിടെക്കിന് ശേഷം മൾട്ടി നാഷണൽ ഷിപ്പിംഗ് കമ്പനിയിൽ സർവീസ് എഞ്ചിനീയറായി ജോലിക്ക് കയറി. സുഹൃത്തുക്കളെ കാണാനായി ബംഗളൂരുവിലെത്തിയ ബൈജു രവീന്ദ്രൻ 2007 ബംഗളൂരുവിലെ ജ്യോതി നിവാസ് കോളേജിൽ വാരാന്ത്യങ്ങളിൽ സുഹൃത്തുക്കളുടെ സഹായത്തോടെ ക്യാറ്റ് പരിശീലന ക്ലാസുകൾ ആരംഭിച്ചു. വിദ്യാർത്ഥികളുടെ എണ്ണം 50-ൽ നിന്ന് 1000-ലേറെയായി ഉയരുന്നു. രാജ്യത്തെ പ്രധാന നഗരങ്ങളിലേക്ക് പരിശീലന പരിപാടികൾ വ്യാപിപ്പിച്ചു. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കൂടുതൽ കുട്ടികളിലേക്ക് ലളിതമായ പഠനമാർഗങ്ങൾ പരിചയപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി 2011-ലാണ് MBA വിദ്യാർത്ഥികൾ മുതൽ സ്കൂൾ വിദ്യാർത്ഥികളെ വരെ ലക്ഷ്യമിട്ട് തിങ്ക് ആൻഡ് ലേൺ കമ്പനി ആരംഭിക്കുന്നത്. അത് പ്രതീക്ഷയ്ക്കപ്പുറം വിജയം കണ്ടതോടെ 2015-ൽ ബൈജൂസ് ദി ലേണിംഗ് പിറവിയെടുക്കുന്നു. ബോർഡ് എക്സാം മുതൽ കിൻഡർ ഗാർഡൻ വരെയുള്ള സിലബസുകൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നതോടെ ബൈജൂസിന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അതേ വർഷം പ്രമുഖ സ്ഥാപനമായ സിഗോയ $25 മില്യൺ ബൈജൂസിൽ നിക്ഷേപിച്ചപ്പോൾ 2016-ൽ ചാൻ സക്കർബർഗ് $50 മില്യൺ നിക്ഷേപിച്ചത്. കൂടാതെ ബോണ്ട്, സിൽവർ ലേക്ക്, ബ്ലാക്ക് റോക്ക, സാൻഡ്സ് ക്യാപിറ്റൽ തുടങ്ങി സ്ഥാപനങ്ങളെല്ലാം നിക്ഷേപകരായി. പിന്നാലെ ഷാരൂഖ് ഖാനും മെസ്സിയുമെല്ലാം ബ്രാൻഡ് അംബാസിഡർ സ്ഥാനത്തേക്കും എത്തിയതോടെ പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തുകയായിരുന്നു ബൈജൂസ്. കോവിഡ് ലോകത്തെ വരിഞ്ഞു മുറുക്കിയപ്പോൾ നേട്ടം ബൈജൂസിനായിരുന്നു. 2020-ൽ ആദ്യമായി ഫോബ്സ് ലോക ശതകോടീശ്വര പട്ടികയിൽ സ്ഥാനം പിടിക്കുമ്പോൾ $180 കോടി ആസ്തിയായിരുന്നു ബൈജു രവീന്ദ്രൻ ഉണ്ടായിരുന്നത്. ബൈജൂസിന്റെ മൂല്യം $1000 കോടി. 2 വർഷത്തിനുള്ളിൽ ബൈജു രവീന്ദ്രന്റെ ആസ്തി $360 കോടി ബൈജൂസിന്റെ മൂല്യം $2200 കോടി ഉയർന്നു. അതോടെ 2020-ൽ കമ്പനി മൂല്യം $22 ബില്യൺ ഉയർന്നു. പണം കുമിഞ്ഞുകൂടിയതോടെ ബിസിനസ് വിപുലപ്പെടുത്താൻ ശ്രമിച്ചതാണ് ബൈജൂസിന്റെ തലവരയിൽ മാറ്റത്തിന്റെ തുടക്കം കുറിക്കുന്നത്. നഷ്ടത്തിലായിരുന്ന കോഡിംഗ് പ്ലാറ്റ്ഫോം വെഡ് ഹാറ്റ് ജൂനിയർ, ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഗ്രേ ലേണിംഗ് തുടങ്ങിയ കമ്പനികൾ കൂടി ഏറ്റെടുത്തതോടെ തകർച്ച ആരംഭിച്ചു. കമ്പനിയുടെ ശ്രദ്ധ ഏറ്റെടുക്കലുകളിലും വിപുലീകരണത്തിലുമായപ്പോൾ മേൽനോട്ടത്തിൽ പിഴവുകൾ വന്നു. 2021 ഡിസംബർ മുതൽ 2023 ഏപ്രിൽ വരെ കമ്പനിക്ക് ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസർ ഉണ്ടായിരുന്നുമില്ല. 2020-21 സാമ്പത്തിക വർഷത്തെ റിപ്പോർട്ടുകൾ പ്രകാരം $4560 കോടി നഷ്ടം കമ്പനിക്കുണ്ടായിരുന്നു. വരുമാനം 3% ഇടിഞ്ഞ് $2430 കോടി എന്നായി കമ്പനി രേഖപ്പെടുത്തി. ബൈജൂസിന്റെ പ്രതിസന്ധികളുടെ വ്യാപ്തി കൂട്ടുന്നതായിരുന്നു സംരംഭത്തിൽ നടന്ന രാജികൾ. കമ്പനിയിൽ നിന്നുള്ള വിവരങ്ങൾ കൃത്യമായി ലഭിക്കുന്നില്ലെന്നാരോപിച്ച് ആഗോള ഓഡിറ്റിംഗ് സ്ഥാപനമായ ഡെയിലോയിറ്റും ബോർഡിലെ 3 ഉന്നതരും പദവികൾ രാജിവെച്ചതും കമ്പനിക്ക് തളർച്ചയായിരുന്നു നൽകിയത്. ഇതിനു പുറമെ US ഫെഡറൽ റിസർവ് സാമ്പത്തിക നയങ്ങളിൽ വരുത്തിയ മാറ്റവും ബൈജൂസിന് ഇരുട്ടടിയായി. അമേരിക്കൻ വിപണി ലക്ഷ്യമിട്ട് നടത്തിയ പദ്ധതികൾ മുഴുവനായും അവിടെ പാളുകയും ചെയ്തു. പിന്നീട് 77% ഇടിവാണ് കമ്പനി മൂല്യത്തിലുണ്ടായത്. നേട്ടത്തെക്കാൾ വേഗത്തിൽ ഒന്നിനു പിറകെ ഒന്നായി അടിയേറ്റ് ബൈജൂസ് തകർന്നു വീണു. 2022-ൽ ബൈജൂസിനെതിരെ ED നടപടി ആരംഭിച്ചിരുന്നു. ഫെമ ലംഘന കേസിൽ 900 കോടിയുടെ അഴിമതിയാണ് ED കണ്ടെത്തിയത്. ഇതിനിടയിൽ കോടികൾ മുടക്കിയുള്ള പരസ്യ നിർമ്മാണം, IPL, വേൾഡ് കപ്പ് തുടങ്ങിയവയുടെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തതുമെല്ലാം കയ്യിലൊതുങ്ങാതെ ബൈജൂസ് ആകെ ദുരിതത്തിലായി. ഇതോടെ ജീവനക്കാരെ പിരിച്ചുവിടുന്നതും ചെലവ് ചുരുക്കൽ നടപടികളുമെല്ലാം ഇടയ്ക്കിടെ വാർത്തകളിൽ നിറയുന്നുണ്ടായിരുന്നു.
22 ബില്യൺ ആസ്തിയുണ്ടായിരുന്ന കമ്പനി 3 ബില്യണിലെത്തിയെന്ന് പറയുമ്പോൾ തന്നെ കമ്പനിക്കേറ്റ ആഘാതം എത്രയെന്ന് ഊഹിക്കാം. ഒരിക്കൽ യുവജനതയുടെ ഊർജ്ജമായി നിന്ന മനുഷ്യനിന്ന് EDയുടെ നോട്ടപ്പുള്ളി. ബൈജൂസിനെതിരെ ദേശീയ കമ്പനി നിയമ ട്രൈബ്യൂണലിനെ സമീപിച്ചിരിക്കുകയാണ് നിക്ഷേപകർ. ബൈജു രവീന്ദ്രന് കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി കഴിയില്ലെന്നാണ് ഹർജിയിൽ പറയുന്നത്. ബൈജൂസിൽ ഫോറൻസിക് ഓഡിറ്റ് അടക്കം നടത്തണമെന്നും ഹർജിയിൽ പറയുന്നു. റൈറ്റ്സ് ഇഷ്യൂ ചെയ്യാനുള്ള അവകാശം നിലവിലെ ബൈജൂസ് ഉടമകളിൽ നിന്ന് എടുത്തു മാറ്റണമെന്നും നിലവിലെ ഡയറക്ടർ ബോർഡിനെ മാറ്റി പുതിയ ഡയറക്ടർ ബോർഡിനെ ഉടനെ നിയമിക്കണമെന്നും എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗിൽ ആവശ്യമുയർന്നിട്ടുണ്ട്. അത്രമേൽ ഉയർന്നു നിന്ന ബൈജൂസിന്റെ ഭാവി ഇനി എന്താകുമെന്നത് ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ്.